ഗവർണർ ആർലേക്കർ രാജ്ഭവനെ വീണ്ടും RSSൻ്റെ ഒരു കാര്യാലയം പോലെ ആക്കുകയാണ്. ഇന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളും അവയുടെ മുൻകൈയിൽ എല്ലാ കോളേജുകളിലും ഓഗസ്റ്റ് 14 ഹൊറർ ഡേ ആയിട്ട് ആചരിക്കണമെന്നാണ്. എന്തൊരു നെറികെട്ട ദേശദ്രോഹ പ്രവൃത്തിയാണെന്ന് എല്ലാ ഇന്ത്യക്കാരും ചോദിക്കുകയാണ്. ഓഗസ്റ്റ് 14 സത്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വരവേൽപ്പ് ദിനമാണ്. പിറ്റേന്നാളിലാണ് ഓഗസ്റ്റ് 15. ആ ഓഗസ്റ്റ് 15-നാണ് ആസേത് ഹിമാചലം ജനങ്ങൾ ഒന്നിച്ചു പോരാടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വാഴ്ചയെ കെട്ടുകെട്ടിച്ചത്. ആ മഹത്തായ ദിനത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി രാജ്യമാകെ ഒരുങ്ങുമ്പോഴാണ്, എല്ലാ തലമുറകളും അതിനുവേണ്ടി ദേശസ്നേഹത്തിൻ്റെ പേരിൽ ഒന്നിക്കുമ്പോഴാണ് രാജ്ഭവൻ ഇത്രയും നീചമായ പ്രവൃത്തിക്ക് വേണ്ടി ആഹ്വാനം മുഴക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാരെ അമ്പരപ്പിക്കുന്നില്ല. കാരണം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നാനാരൂപത്തിൽ സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി പോരാടിയ കാലത്ത് RSSും BJPയും, അന്ന് BJP ഇല്ല, അന്നുള്ള RSS അവിടെ എവിടെയും ഒരു കാണിയെപ്പോലെ പോലും വന്ന് നോക്കിയിട്ടില്ല, എവിടെയും ഉണ്ടായിരുന്നില്ല. അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തികൾ അവരുടെ സാംസ്കാരിക ദേശീയതയുടെ കള്ളപ്പേര് പറഞ്ഞുകൊണ്ട് അത്തരം എല്ലാ പോരാട്ടങ്ങളെയും രാഷ്ട്രീയമായവയെന്ന് മുദ്രകുത്തിക്കൊണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല, അവർ അന്ന് സാമ്രാജ്യത്വത്തിൻ്റെ പാദം നക്കാൻ പോയിരിക്കുകയായിരുന്നു. നാടിന് വേണ്ടി ജനങ്ങളെല്ലാം പോരാടിയ കാലത്ത് അന്ന് സാമ്രാജ്യവാദികളുടെ ചെരുപ്പ് നക്കാൻ പോയ പാരമ്പര്യമുള്ള RSSൻ്റെ പ്രത്യയശാസ്ത്രമാണ് വാസ്തവത്തിൽ ഗവർണർ നയിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് സത്യത്തിൽ ഇന്ത്യയിലെമ്പാടും ഹിന്ദു മുസ്ലിം വൈരം വളർത്തി നാടിൻ്റെ വിഭജനത്തിലേക്ക് പോലും നയിച്ചതെന്ന കാര്യം ആരും മറക്കാൻ പാടില്ല. വാസ്തവത്തിൽ ഇന്ത്യയെ വിഭജിച്ചതിൻ്റെ രാഷ്ട്രീയം ആദ്യമായി പറഞ്ഞത് RSS ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായിരുന്നു. അതുകൊണ്ട് തന്നെ വിഭജനത്തിൻ്റെ യഥാർത്ഥമായ കാരണം RSS ആയിരിക്കെ അത് മൂടിവെക്കാൻ വേണ്ടിയും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് കെട്ടുകെട്ടിപ്പോകൽ എന്നതിന് ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടിയുമായിരിക്കാം ഓഗസ്റ്റ് 14 ആചരിക്കപ്പെട്ട ദിവസമായിട്ട് ആർലേക്കർക്ക് തോന്നിയതെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. വാസ്തവത്തിൽ ഓഗസ്റ്റ് 14 ആചരിക്കേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെ വരവേൽപ്പ് ദിനമായിട്ടാണെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് RSSൻ്റെ ബാധയേറ്റ് തുള്ളുന്ന ഗവർണറുടെ ഈ ദേശവിരുദ്ധ ആഹ്വാനത്തിൻ്റെ പ്രതികരണമായി എല്ലാ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളും പൗരസമൂഹവും ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വരവേൽപ്പ് ദിനമായി ഓഗസ്റ്റ് 14 ആചരിക്കലായിരിക്കും ഉചിതമായ മറുപടി എന്നുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുകയാണ്.